ഓശാന ഞായർ ആചരിക്കവേ നൈജീരിയയിൽ ക്രൈസ്തവ കൂട്ടക്കൊല. പ്ലേറ്റോ സ്റ്റേറ്റിൽ തീവ്രവാദികൾ നടത്തിയ അതിക്രൂരമായ ആക്രമണത്തിൽ കുറഞ്ഞത് 30 പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അങ്ക്വാൻ റുക്കുബ ജില്ലയിലെ ഗാരിയാവായയിലെ ക്രിസ്തുവിശ്വാസികൾക്ക് നേരെയാണ് ഞായറാഴ്ച ഭീകരർ ആക്രമണം നടത്തിയത്. പ്രദേശത്തെത്തിയ തോക്കുധാരികൾ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. നിലവിൽ 30 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് പ്ലേറ്റോ യൂത്ത് ഇന്റർഫെയ്ത്ത് ഗ്രൂപ്പ് കോ ചെയർമാൻ മാർക്കസ് ഔണ്ടു പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് പ്ലേറ്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് ജില്ലയിൽ 48 മണിക്കൂർ കർഫ്യൂ ഏർപ്പെടുത്തി. അക്രമികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. നൈജീരിയയിലെ മിഡിൽ ബെൽറ്റ് മേഖലയിൽ കർഷകരും ആട്ടിടയന്മാരും തമ്മിലുള്ള ഭൂമി തർക്കം ദശകങ്ങളായി നീണ്ടു നിൽക്കുകയാണ്. പ്രധാനമായും ഫുലാനി തീവ്രവാദികളും ക്രിസ്ത്യൻ വിശ്വാസികളും തമ്മിലാണ് സംഘർഷം നടക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ മേഖലയിൽ നടന്ന സംഘർഷങ്ങളിൽ 10,000-കണക്കിന് ക്രിസ്ത്യാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ലക്ഷ്യം വെക്കപ്പെടുന്നുവെന്നും അധികൃതർ അവരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമെന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. നൈജീരിയയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 46% മുസ്ലിങ്ങളും 46% ക്രിസ്ത്യാനികളുമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു.